നമ്മൾ ഈ കാണുന്ന പോലെയല്ല, അത്രമാത്രം അല്ലേ ഹാർഡ് വർക്ക് മാത്രം ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അനായാസമായിട്ടുള്ള കരവരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വീണ മേക്കിംഗ് തമ്പുറ, നാർമ്, ജോയിൻറ്റ് വിനൈ, ഏകാണ്ടം വിനൈ, ലൈറ്റ് കാർവിംഗ്, ഫുൾ കാർവിംഗ്, ഡിഫറെൻറ്റ്. അവിടുത്തെ എന്നുവെച്ചാൽ നമ്മളവിടെ കണ്ടത് വീടിൻ്റെ ഒരു ബേസ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി, അതായത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലോട്ട് എത്തിക്കുന്നതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് നമുക്ക് അതിൻ്റെ വിഷ്വലെ കാണിക്കാം. അപ്പോൾ ഇതാണ് അവരെ മേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്നുള്ള ബേസിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. അതിൻ്റെ ഇത് കാരണം അവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു വൺ പീസ് സാധനം അല്ല ഇവിടെ വരുമ്പോൾ. ഇവിടെ വരുമ്പോൾ കുറേ എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം ഈ രീതിയിലായിട്ട് മാറ്റി തരുന്നത് ഇതാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിസ്സാര കൊത്തുപണി പോലത്തെ പരിപാടി ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കരവരുന്ന ആവശ്യമുള്ളൊരു മേഖലയാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, അത്രമാത്രം അല്ലേ ഹാർഡ് വർക്ക് മാത്രം ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അനായാസമായിട്ടുള്ള കരവരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു വീണ മേക്കിംഗ് പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അത് ഇവർ ചെയ്യുന്നത് നമുക്ക് ഓരോരോ പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മളൊരു സാധനം ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിർമ്മിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടിയെല്ലാം നമ്മളൊരു സ്ഥലത്ത് ഫുള്ള് കട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ പല പല ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് വീണ മേക്ക് ചെയ്യുന്നത്. ഇത് ഇനി പോളിഷിങ്ങിലേക്കും മറ്റും സ്ട്രിങ്ങിലേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 മാസം അല്ലേ, എത്ര മാസത്തെ ഒരു വീണ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തിന് മുകളിലാണ് ഒരു വീണയുടെ സ്ട്രക്ചറിലേക്ക് എത്തുന്നത്. അല്ലാത്ത വർഷം ഇപ്പോൾ 3-4 പേര് കൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾ ഒരു വീണ ചെയ്യുകയാണെങ്കിൽ 1 മന്ത് എടുക്കും. അല്ലാത്ത വർഷം ഇപ്പോൾ ടീം വർക്ക് പോലെ ചെയ്യുമ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു വീണ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇവിടുന്ന് അറിഞ്ഞിട്ടുള്ളൊരു. ഇവിടെ കൂടുതലും ഈ ഒരു യൂണിറ്റിൽ കൂടുതലും സരസ്വതി ദേവിയാണല്ലോ കൂടുതലും വീണയുടെ വരുന്നത്. അപ്പോൾ ദേവിയുടെ വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെയാണ് കൂടുതലും ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഏകദേശം പണി കഴിച്ചിട്ടുള്ള ഒരു വീണയാണ് ഇത് വരുന്നത്. ഇവർ ഈ പറഞ്ഞ പോലെ ഇവരാണെങ്കിൽ ഈ പറഞ്ഞ തൊഴിൽ പോലെ അല്ലാതെ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കാണുന്ന ഒരു വീണയുടെ പീസ് ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ 1 പീസ് അല്ല, അതൊരു ജോയിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 1 പീസായിട്ടും ചെയ്യുന്നുണ്ട്, ജോയിൻറ്റ് ചെയ്യുന്നതും ചെയ്യുന്നുണ്ട്. ഈ ജോയിൻറ്റ് ചെയ്ത് വെക്കുന്ന പീസുകളാണെന്ന് തോന്നുന്നു ആയിരിക്കുന്നത്. കാരണം അതിൻ്റെ ആ ഒരു മറ്റേ റൗണ്ടിലുള്ള തല പോലത്തെ ഒരു പീസൊക്കെ അവർ ചില കഷ്ണങ്ങളായിട്ടുള്ള പീസുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ആ തല റൗണ്ട് പോലത്തെ മാത്രമുള്ളത് വേറെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണിക്കാമോ? മറ്റേ येलो शेप कलरिंग है. साउंड बेस സൗണ്ട് നല്ലതായിരിക്കും. ഈ ഡിസൈൻ കുത്തുപണിയൊക്കെ ഇവിടെ തന്നെയാണ്. ഹാൻഡ്മേഡ് ആണ്. ഓൺലി ഹാൻഡ്മേഡ്, നോ മെഷീൻ വർക്ക്. ആൾ വർക്ക് ഹാൻഡ്മേഡ്. എത്ര തരം വീണയുണ്ട്? 1 month.
1 month. അല്ല എത്ര ടൈപ്പ് ഉണ്ട് വീണ? ടൈപ്പ് வந்து തമ്പൂരു അങ്ങനെ ഡിഫറൻസ്? തമ്പൂര, നാർമൽ, ജോയിൻറ്റ് വിനയ്, ഏകാണ്ടം വിനയ്, ലൈറ്റ് കാർവിங், ஃபுல் கார்விங், டிஃப்ரெண்ட். இந்த ஜாயிண்ட் கணக்கு ஏதாவது டோன் அப்படி எல்லாம் சவுண்ட் சேம் சவுண்ட், சேம் சவுண்ட், சவுண்ட் நோ டிஃப்ரென்ஸ். மேக்கிங் ஜாயிண்ட் ஒர்க்கு ஏகாண்டம் சிங்கிள் பீஸ். ஏகாண்டம் நேம் வந்து சிங்கிள் பீஸ் ஒர்க்கு தான், அது ஏகாண்டம்னு பேர். ஜாயிண்ட் ഡിഫറൻസ് ഉണ്ടാവും. ப்ரைஸ் டிஃப்ரெண்ட், ஏன்னா சிங்கிள் பீஸ் மரம். സിംഗിൾ പീസ്. ഇതിന് വെയിറ്റ് എന്തോരം വരുന്നുണ്ട്? வெயிட் 10 kg, 10 to 11 kg வரும். ഇതിപ്പോൾ സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ടാണോ ടീമിൻ്റെ മേടിച്ചോ? സർവീസ് ஃபுல் வேலை ஒரு இந்தியா அந்த அதர் கண்ட்ரீஸ் ஃபுல்லாக வேர்ல்டு முழுக்க நாங்கள் சப்ளை பண்ணுறோம். திஸ் ஹோல்சேல் பிளேஸு. இந்த வீடு வீணாக்க மட்டும் அந்த ரைட் சைடில் ஏதாவது எந்த அது கிட்டார் கீ அட்ஜஸ்ட்மெண்ட்டு, டியூனிங் செட் பண்ணுறது. அது வந்து ஓல்டு டைப்பு பிரிடை, இப்போ நியூ டைப்பு கிட்டார் கீ. கிட்டாரில் பார்த்துருக்கீங்களா இந்த சைடில் அட்ஜஸ்ட்மெண்ட் இருக்குல்ல, அது சேம். ഈ വീണയുടെ ചെറിയ പീസുകളില്ലേ ഡെക്കോറായിട്ട് വെക്കണത്, അങ്ങനത്തെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? அது சிங்கிள் ரொம்ப ரேர் தான் பண்ண மாட்டோம் நாங்கள். அது டைமிங் அதிகமாகும், ഒരുപാട് ടൈം എടുക്കും. டைமிங் அதிகமாகும். அதனால் நாங்கள் மேக்ஸிமம் பண்ணுவோம். எது முக்கியமான ஆர்டர்னா மட்டும் தான் எடுக்க மாட்டோம். அது வந்து இதுக்கெல்லாம் ஸ்பேர் கிடச்சிரும், அது ஸ்பேர் கிடைக்காது. அது நாங்களே உட்காந்து மேக் பண்ணணும். அது வந்து டைமிங் ரொம்ப ஜாஸ்தியாகும், அதனால் அதை நாங்கள் எடுக்கிறதில்ல. ട്യൂണിംഗ് എല്ലാം ഇங்கே தான் எல்லாமே A to Z கம்ப்ளீட்டாக ஃபினிஷ் பண்ணி உங்கள்ட்ட கையில் விட்டுருவோம். நீங்கள் வாசித்து நீங்கள் எடுத்துகிட்டு போயிடலாம். ഇതിങ്ങനെ ഒരു ഫാമിലിയാണ് ഇതിന് വേണ്ടി? எல்லாமே ஃபேமிலி, எல்லாமே ஜென்ரேஷன், எல்லாமே தாத்தாக்கு 90 ஏஜஸ் இருக்குது, 75 മക്കൾക്ക് മക്കള് മക്കള്. இங்கே ஃபினிஷ் ஆன ஏதாவது வீணை இருக்கா பார்க்குறது? எல்லாமே ஃபைனல் ஸ்டேஜ் தான் போயிட்டுருக்கு. நம்ம நாங்கள் ஒர்க்கு முடிச்சோன்னு டெலிவரி பண்ணிடுவோம், வச்சுக்க மாட்டோம். எல்லாமே நாங்கள் நிறையா கம்பெனிக்கு சப்ளையர் நாங்கள் தான். இப்போ பெண்டிங் கேரளாவுக்கு நாங்கள் சப்ளை பண்ணுறோம், சென்னை, பெங்களூர், ஹைதராபாத் எல்லா இடத்துக்கும் நாங்கள் சப்ளை பண்ணுறோம். அங்கே உள்ள ஷாப்பிட்டுருவோம். அதனால் நாங்கள் ஒர்க்கு முடிச்சோன்னே உடனே டெலிவரி பண்ணிடுவோம், வச்சுக்கோங்க. பென் பண்ணி இங்கே வைக்க மாட்டோம். இப்போ நீங்கள் வந்து கேட்டிங்கன்னா உடனே கொடுத்துட்ருவோம். அவங்க டெலிவரி பண்ணணும்ல, அவங்க டேட்டுக்கு நாங்கள் டெலிவரி பண்ணி ஆகணும்ல, அதனால் உடனே அனுப்பிடுவோம். அது இப்போ இந்த டைமில் கொஞ்சம் பிஸியாக இருப்போம் நாங்கள். சரஸ்வதி பூஜை ஒர்க்கு பிஸியாக. ரொம்ப நன்றி. പത്തിലോട്ട് പോകുന്ന പരിപാടിയാണ് തോന്നുന്നത്. എല്ലാത്തിനും ഇപ്പം സ്ട്രിങ് ജോയിൻറ്റ് ചെയ്യുന്ന പോയിന്റുകൾ വരാനുണ്ട്, പിന്നെ പോളിഷിങ് ബാക്കിയുണ്ട്, സ്ട്രിങ്ങുകൾ വരാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. വളരെ മനോഹരമാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വീടാന്ന് തോന്നുന്നു.